Welcome to another class from Resitantra Academy. Myself Annie Smith. ഇന്ന് നമ്മൾ P block elementsന്റെ part 6 ആണ് പഠിക്കുന്നത്. Group 16 Chalcogen family അഥവാ oxygen family. Group 16ന്റെ group propertiesഉം അതുപോലെ physical propertiesഉം ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. P block 6 Group 16 elements. Group 16 elementsനെ Chalcogens എന്നാണ് അറിയപ്പെടുന്നത്. Chalcogen എന്ന വാക്ക് രണ്ട് ഗ്രീക്ക് ടേംസിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. കാൽക്കോസ് എന്ന് പറഞ്ഞാൽ സംതിങ് റിലേറ്റഡ് ടു കോപ്പർ അല്ലെങ്കിൽ ബ്രോൺസ് അല്ലെങ്കിൽ ഓർ. അവർ പൊതുവായിട്ട് യൂസ് ചെയ്തിരുന്ന മെറ്റലിന് യൂസ് ചെയ്തിരുന്ന ഒരു പദമാണ് കാൽക്കോസ്. ജീൻ മീൻസ് ബോൺ ഫ്രം മെറ്റൽ എന്നുള്ള അർത്ഥത്തിലാണ് ഈ ചാൽക്കോജൻസ് എന്ന വാക്ക് വന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് 16 എലമെന്റ്സ് പൊതുവെ ഒരു മെറ്റലുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് കണ്ടിട്ടുള്ളത്. ഗ്രൂപ്പ് 16 കണ്ടോ? ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂരിയം, പൊളോണിയം ആൻഡ് ലിവർമോറിയം. അതിൽ ലിവർമോറിയം അത് നാച്ചുറലി എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ സിന്തസൈസ് ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഒന്നുകൂടെ, ഗ്രൂപ്പ് 16 ഓഫ് ദി പീരിയോഡിക് ടേബിൾ is known as the Chalcogen family. ആരൊക്കെയാണ് മെമ്പേഴ്സ്? ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂരിയം, പൊളോണിയം ആൻഡ് ലിവർമോറിയം. ലിവർമോറിയം എടുത്തു പറയാറില്ല, കാരണം അത് എക്സിസ്റ്റ് ചെയ്യാത്തതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നമുക്ക് വിലപ്പെട്ടതായിട്ടുള്ള എലമെന്റ് ആണ് ഓക്സിജൻ, അല്ലേ? കാരണം നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുന്നത്, ബ്രീത് ചെയ്യുന്നത് എന്താണ്? ഓക്സിജൻ ആണ്. ഓക്സിജന്റെ അബണ്ടൻസ് മാത്രമേ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, കാരണം ഓക്സിജനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി പഠിക്കാനുണ്ട്. ഓക്സിജൻ ഇസ് ദി മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് എമംഗ് ചാൽക്കജൻസ് ഓൺ ദി എർത്ത്. ചാൽക്കജൻസിന്റെ ഇടയിൽ ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള എലമെന്റ്, എർത്തിൽ ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള എലമെന്റ് ഓക്സിജൻ ആണ്. ഏകദേശം 47% കമ്പൈൻഡ് ഫോമിൽ എർത്തിന്റെ ക്രസ്റ്റിലുണ്ട്. കൂടാതെ 20% ഓഫ് ദി അറ്റ്മോസ്ഫിയർ ഇസ് ഓൾസോ ഓക്സിജൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത എലമെന്റ് സൾഫർ ആണ്, ഓക്സിജന്റെ തൊട്ടു താഴെയുള്ള ആൾ. ഓക്സിജനെ വെച്ച് നോക്കുമ്പോൾ സൾഫർ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിൽ മാത്രമാണ് പ്രസന്റ് ആയിട്ടുള്ളത്. കൂടുതലും സൾഫേറ്റ്സുകളായിട്ടാണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഒന്ന് ജിപ്സം സോൾട്ട് കാൽഷ്യം സൾഫേറ്റ് .2H2O. കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സിമെന്റിൽ. ഇനി മെഗ്നീഷ്യം സൾഫേറ്റ് .7H2O എപ്സം സോൾട്ട് ആണ്. എപ്സം സോൾട്ട് ഒരു ഹോമിയോപ്പത്തിക് മെഡിസിൻ ആണ്. ബെറൈറ്റ് ഇസ് ബേറിയം സൾഫേറ്റ്. ഇനി ട്രേസ് എമൗണ്ട്സിൽ ഹൈഡ്രജൻ സൾഫൈഡിന്റെ രൂപത്തിൽ വോൾക്കാനോസിൽ സൾഫർ പ്രസന്റ് ആണ്. പിന്നെ ഓർഗാനിക് സബ്സ്റ്റൻസസ് ലൈക്ക് എഗ്, അണിയൻ, ഗാർലിക്, വൂൾ, ഹെയർ, ഇതിലൊക്കെ സൾഫറിന്റെ പ്രസൻസ് ഉണ്ട്. ഇനി സൾഫറിന്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബർ ഇൻഡസ്ട്രിയിൽ വൾക്കനൈസേഷൻ എന്ന് പറയും. റബ്ബറിനെ ഹാർഡൻ ചെയ്യുന്ന പ്രോസസ്സാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സൾഫർ യൂസ് ചെയ്യും. പിന്നെ ബ്ലാക്ക് ഗൺ പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പിന്നെ വെസ്റ്റേൺ കൺട്രീസിൽ ഏറ്റവും കൂടുതൽ സൾഫർ ഉപയോഗിക്കുന്നത് സൾഫ്യൂറിക് ആസിഡിന്റെ മാനുഫാക്ചറിന് വേണ്ടിയിട്ടാണ്. ഫംഗിസൈഡ് ഉണ്ടാക്കാനായിട്ട് സൾഫർ യൂസ് ചെയ്യുന്നുണ്ട്. ഫംഗിസൈഡ് എന്ന് പറഞ്ഞാൽ ഫംഗസ് ഇല്ലാതാക്കാനുള്ള കെമിക്കലാണ്. പിന്നെ സൾഫ ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഓഫ് മെഡിസിൻസ് ഉണ്ട്, സൾഫ കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുള്ള. അപ്പം അതുമൊക്കെ സൾഫറിൻ്റെ കോമ്പൗണ്ട്സ് ആണ്, ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. സൾഫറിന് തൊട്ട് താഴെയുള്ളത് സെലീനിയം മെറ്റൽ സെലിനൈഡ്സിൻ്റെ രൂപത്തിലാണ് ഉള്ളത്. മെഗ്നീഷ്യം സെലിനൈഡ്, കാൽഷ്യം സെലിനൈഡ്, അങ്ങനെ സൾഫൈഡ് ഓസോ ആയിട്ട് കമ്പൈൻഡ് ആയിട്ടായിരിക്കും ഇവർ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട യൂസ് എന്ന് പറയുന്നത് നമ്മുടെ മെറ്റബോളിസത്തിന് വേണ്ടിയിട്ട്, അതുപോലെ തൈറോയിഡ് ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സെലീനിയം എന്ന എലമെൻറ്റ്. സെലീനിയം ഡെഫിഷ്യൻസി ട്രീറ്റ്മെൻറ്റിനുള്ള മെഡിസിൻ ആയിട്ടാണ് സാധാരണ സെലീനിയം പൊതുവെ യൂസ് ചെയ്യുന്നത്. സെലീനിയത്തിൻ്റെ താഴെയായിട്ട് ടെലൂരിയം ഇസ് ഓൾസോ പ്രസന്റ് ആസ് മെറ്റൽ ടെലൂറൈഡ്. മെറ്റൽ ടെലൂറൈഡ്സും സൾഫൈഡ് ഓറുകളുടെ കൂട്ടത്തിലാണ് കാണപ്പെടുന്നത്. ഇതിന് കുറച്ച് യൂസസ് ഉണ്ട്. സൾഫർ പോലെ തന്നെ വൾക്കനൈസേഷൻ ഓഫ് റബ്ബറിന് വേണ്ടിയിട്ട്
നമുക്ക് ടെലൂരിയം യൂസ് ചെയ്യാം. പിന്നെ ടിൻറ്റഡ് ഗ്ലാസും സെറാമിക്സും ഉണ്ടാക്കാൻ വേണ്ടി. എന്താണ് ടിൻറ്റഡ് ഗ്ലാസ്? ഗ്ലാസിൻ്റെ സർഫസിൽ ഒരു തിൻ കോട്ടിങ്, ലൈറ്റ് കടത്തി വിടുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് ടിൻറ്റഡ് ഗ്ലാസ് എന്ന് പറയുന്നത്. ടിൻറ്റഡ് സെറാമിക്സ്, എന്തെങ്കിലും ഒരു തിന്നായിട്ടുള്ള കോട്ടിങ്, അതിന് വേണ്ടിയിട്ടാണ് ടെലൂരിയം യൂസ് ചെയ്യുന്നത്. പിന്നെ സോളാർ സെൽസിലും യൂസ് ചെയ്യാറുണ്ട്. ടെലൂരിയത്തിൻ്റെ താഴെയുള്ളത് പൊളോണിയം. പൊളോണിയം റേഡിയോ ആക്റ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ ഇതൊരു ഡീകേ പ്രോഡക്റ്റ് ആണ്. തോറിയം, യുറേനിയം പോലുള്ള റേഡിയോ ആക്റ്റീവ് എലമെന്റ്സിന്റെ ഓറുകൾ ഡീകേ ചെയ്യുമ്പോഴാണ് നമുക്ക് പൊളോണിയം കിട്ടുന്നത്. ഹൈലി പോയ്സണസ് ആണ്. സിഗരറ്റ് സ്മോക്കിൽ പൊളോണിയത്തിന്റെ ട്രേസസ് ഉണ്ടെന്നാണ് പറയുന്നത്. പൊളോണിയം 210 എന്ന ഐസോട്ടോപ്പ്. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് ടു ഇഞ്ചൂറിയസ് കേട്ടോ, ക്യാൻസറസ് അല്ലേ. യൂസസ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, മെഷീൻസിലൊക്കെയുള്ള ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ടല്ലോ, അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഫോട്ടോഗ്രാഫിക് ഫിലിംസിൽ, പ്ലേറ്റ്സിൽ നിന്നൊക്കെ ഡസ്റ്റ് റിമൂവ് ചെയ്യാൻ. പിന്നെ ഒരു തെർമൽ സോഴ്സായിട്ട്, ഹീറ്റിംഗ് സോഴ്സായിട്ട് സ്പേസ് സാറ്റലൈറ്റ്സിലൊക്കെ പൊളോണിയം യൂസ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് എലമെന്റ്, 116th എലമെന്റ് ഇസ് ലിവർമോറിയം. സിന്തറ്റിക് എലമെന്റ് ആണ്. നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ലബോറട്ടറിയിൽ സിന്തസൈസ് ചെയ്തിട്ടേ ഉള്ളൂ, നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇതുണ്ടായിരുന്നെങ്കിൽ അതൊരു മെറ്റാലിക് സോളിഡ് ആയിരുന്നേനെ. ഗ്രൂപ്പ് 16 എലമെന്റ്സിന്റെ വാലൻസ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. അവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ns2np4. ns2np4. ആറ്റോമിക് ആൻഡ് അയണിക് റേഡിയൈ. ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും ആറ്റോമിക് ആൻഡ് അയണിക് റേഡിയൈ എന്ത് സംഭവിക്കും? ഇൻക്രീസ് ചെയ്യും. കാരണം എന്താണ്? ഷെൽ നമ്പർ ഇൻക്രീസ് ചെയ്യുമല്ലോ. ഷെൽസിൻ്റെ എണ്ണം കൂടുന്തോറും ആറ്റോമിക് സൈസും അയണിക് സൈസും കൂടും. ഓക്സിജനെ സംബന്ധിച്ചിടത്തോളം ഓക്സിജൻ എക്സെപ്ഷണലി സ്മോൾ ആയിട്ടുള്ള ഒരു എലമെൻ്റാണ്. അയണൈസേഷൻ എൻതാൽപ്പിക്ക് എന്ത് സംഭവിക്കും? താഴേക്ക് വരുന്തോറും അയണൈസേഷൻ എൻതാൽപ്പി കൂടും. കാരണം സൈസ് കൂടുന്നു, മെറ്റാലിക് ക്യാരക്ടർ കൂടുന്നു താഴേക്ക് വരുന്തോറും. അതുകൊണ്ട് തന്നെ അയണൈസേഷൻ എൻതാൽപ്പി കൂടും. പക്ഷേ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, ഗ്രൂപ്പ് 16 എലമെന്റ്സിന്റെ അയണൈസേഷൻ എൻതാൽപ്പീസ് തൊട്ടു പുറകിലുള്ള ഗ്രൂപ്പ് 15 എലമെന്റ്സിന്റെ അയണൈസേഷൻ എൻതാൽപ്പിയേക്കാൾ കുറവാണ്. സാധാരണഗതിയിൽ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുമ്പോൾ, പീരിയഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി കൂടുകയല്ലേ ചെയ്യുന്നത്. പക്ഷേ ഗ്രൂപ്പ് 15 അപേക്ഷിച്ച് ഗ്രൂപ്പ് 16 എലമെന്റ്സിന്റെ അയണൈസേഷൻ എൻതാൽപ്പി കുറവാണ്. ഇതിന്റെ റീസൺ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പ് 15 ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പ് 15 എലമെന്റ്സിന് ഹാഫ് ഫിൽഡ് എക്സ്ട്രാ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അതുകൊണ്ടാണ് അവരുടെ അയണൈസേഷൻ എൻതാൽപ്പീസ് വളരെ കൂടുതലായത്. +1 ചില ചോദ്യങ്ങളൊക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ഓക്സിജൻ ഇസ് lower than that of nitrogen. First ionization enthalpy of oxygen is lower than that of nitrogen. ആ ചോദ്യം ഓർക്കുന്നില്ലേ? നമ്മൾ p ഓർബിറ്റൽസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്? ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുമ്പോൾ ആറ്റം എനർജി ലൂസ് ചെയ്യും. ആ എനർജിയാണ് നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പോൾ യൂഷ്വലി ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പീസ് ലെസ് നെഗറ്റീവ് ആകുകയാണ് ചെയ്യുക. ഈ നെഗറ്റീവ് സൈൻ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി പുറത്തേക്ക് വിടുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പം ലെസ് നെഗറ്റീവ് ആകുകയാണ് ചെയ്യുന്നത്. കാരണം മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും താഴോട്ട് വരുന്തോറും. ഇപ്പം മെറ്റൽസ് ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യാൻ ശ്രമിക്കില്ലല്ലോ. ഇപ്പം ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഇസ് ലെസ് നെഗറ്റീവ് ആസ് യു കം ഡൗൺ. പക്ഷേ there is an exception in the case of sulfur and oxygen. ഓക്സിജൻ വളരെ ചെറിയ ആറ്റം ആണെന്ന് പറഞ്ഞല്ലോ, എക്സെപ്ഷണലി സ്മോൾ ആയിട്ടുള്ള ഒരു ആറ്റം ആണ്. അതിന്റെ കോമ്പാക്ട് സൈസ് കാരണം സെക്കൻഡ് പീരീഡിലല്ലേ 2 ഷെൽസേ ഉള്ളൂ. അപ്പോൾ 2 ഷെൽസിലേക്ക് പിന്നെ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ വരുമ്പോൾ ഇലക്ട്രോൺ റിപ്പൾഷൻ ഉണ്ടാവുന്ന സാധ്യതയുണ്ട്. അതേസമയം സൾഫർ 3rd പീരീഡിലാണ്, 3 ഷെൽസ് ഉണ്ട്.
അപ്പം അത്യാവശ്യം സ്പേഷ്യസ് ആണ് സൾഫറിൻ്റെ വാലൻസ് ഷെല്ല്. അപ്പം അതിലേക്ക് ഇലക്ട്രോൺസ് വരുമ്പോൾ ഓക്സിജനിൽ ഉണ്ടാകുന്ന അത്രയും ഇലക്ട്രോൺ റിപ്പൾഷൻ സൾഫറിന് ഫീൽ ചെയ്യില്ല. അപ്പം അതുകൊണ്ട് സൾഫറിൻ്റെ കേസിൽ മാത്രം, ഓക്സിജൻ്റെയും സൾഫറിൻ്റെയും കേസിൽ മാത്രം ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി സൾഫറിന് ഓക്സിജനേക്കാൾ കൂടുതലാണ്. അതായത് സൾഫർ ആറ്റം ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി ഓക്സിജൻ റിലീസ് ചെയ്യുന്ന എനർജിയേക്കാൾ കൂടുതലാണ്. മനസ്സിലായോ? എന്നാൽ സൾഫറിൽ നിന്നും പിന്നെ താഴേക്ക് പൊളോണിയം വരെ യൂഷ്വൽ ആയിട്ടുള്ള പീരിയോഡിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഗ്രൂപ്പ് പ്രോപ്പർട്ടിയാണ് ഫോളോ ചെയ്യുന്നത്. അടുത്ത പ്രോപ്പർട്ടി ഇലക്ട്രോനെഗറ്റിവിറ്റി. എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി? ബോണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസിനെ തൻ്റെ അടുത്തേക്ക് തന്നെ പിടിച്ചു വലിക്കുന്ന ആ പ്രവണതയാണ് നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ഫ്ലൂറിൻ ആണ് നമുക്കറിയാം. ഫ്ലൂറിൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആള് ഓക്സിജൻ ആണ്. പക്ഷെ ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസസ് ബിക്കോസ് ആറ്റമിക് നമ്പർ ഇൻക്രീസസ്, ഷെൽ നമ്പർ ഇൻക്രീസസ്. അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? മെറ്റാലിക് ക്യാരക്ടർ താഴേക്ക് വരുന്തോറും ഇൻക്രീസ് ചെയ്യും. ചാൽക്കോജൻസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഓക്സിജനും സൾഫറും നോൺ മെറ്റൽസ് ആണ്. സെലീനിയം ആൻഡ് ടെലൂരിയം അവർ മെറ്റലോയിഡ്സ് ആണ്. പൊളോണിയം ഒരു റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റലാണ്. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള പൊളോണിയം അത് വളരെ ഷോർട്ട് ലിവ്ഡ് ആണ്. 13.8 days ആണ് അതിൻ്റെ ഹാഫ് ലൈഫ് പീരീഡ്. ഹാഫ് ലൈഫ് പീരീഡ് ഓർക്കുന്നുണ്ടോ? കെമിക്കൽ കൈനറ്റിക്സിൽ നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ ഒരു സാമ്പിൾ പൊളോണിയം റേഡിയോ ആക്ടിവിറ്റി കാണിച്ച് പകുതിയായിട്ട് മാറാൻ 13.8 days മതി ഡീക്കേ ചെയ്ത് പൊളോണിയത്തിൻ്റെ വേറെ റേഡിയോ ഐസോട്ടോപ്സ് ഒക്കെ ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് 13.8 days മാത്രം മതി. ഓക്കെ, സോ ഇറ്റ് ഈസ് ഷോർട്ട് ലിവ്ഡ്. ഇനി മെൽറ്റിംഗ് പോയിന്റ്സ്, ബോയിലിംഗ് പോയിന്റ്സ് ഇത് താഴേക്ക് വരുന്തോറും ഇൻക്രീസ് ചെയ്യും. കാരണം നിങ്ങൾക്കറിയാം ആറ്റമിക് നമ്പർ കൂടുന്തോറും, ആറ്റമിക് സൈസ് കൂടുന്തോറും വാണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും. അപ്പം അത് മെൽറ്റിംഗ് പോയിന്റിനെയും ബോയിലിംഗ് പോയിന്റിനെയും ഇൻക്രീസ് ചെയ്യിക്കും. പിന്നെ മറ്റൊരു പ്രത്യേകത, ഓക്സിജനിൽ നിന്നും സൾഫറിലേക്ക് വരുമ്പോൾ, ഓക്സിജന് തൊട്ട് താഴെയാണ് സൾഫർ, പക്ഷേ ഓക്സിജനിൽ നിന്നും സൾഫറിലേക്ക് ഒരു ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട് മെൽറ്റിംഗ് പോയിന്റിലും ബോയിലിംഗ് പോയിന്റിലും. ഇതിൻ്റെ കാരണം ഇവരുടെ അറ്റോമിസിറ്റിയാണ്. എന്താണ് അറ്റോമിസിറ്റി? നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ മോളിക്യൂൾ അല്ലേ? ഓക്സിജൻ്റെ അറ്റോമിസിറ്റി എന്താണ്? 2 ആണ്. ഒരു ഓക്സിജൻ മോളിക്യൂൾ ഉണ്ടായിരിക്കുന്നത് 2 ഓക്സിജൻ ആറ്റംസ് ചേർന്നിട്ടാണ്. എന്നാൽ ഒരു സൾഫർ മോളിക്യൂൾ ഉണ്ടാവുന്നത് 8 സൾഫർ ആറ്റംസ് ചേർന്നിട്ടാണ്, S8 ആണ്. അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് സൾഫറും ഓക്സിജനും തമ്മിലുള്ള ഹ്യൂജ് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ്. എല്ലാ ഗ്രൂപ്പ് മെമ്പേഴ്സിനും അലോട്രോപ്സ് ഉണ്ട്. അലോട്രോപ്സ് എന്താണെന്ന് കഴിഞ്ഞ ഗ്രൂപ്പ് 15 എലമെന്റ്സ് പഠിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു തന്നില്ലേ? അപ്പോൾ എല്ലാ എലമെന്റ്സിനും അലോട്രോപ്സ് ഉണ്ട്. കെമിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.